തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSU ക്യാമ്പിലെ സംഘർഷത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വൻ വീഴ്ചയെന്ന റിപ്പോർട്ട്. അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24-ന് ലഭിച്ചു. KPCC നേതൃത്വത്തെയോ KPCC പ്രസിഡന്റിനെയോ അറിയിക്കാതെയായിരുന്നു ക്യാമ്പ് നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരും. സലീം മാലിക്, ഈ ക്യാമ്പിലെ തല്ല്, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ KPCC നേതൃത്വത്തെ പോലും അറിയിക്കാതെ ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഈ സംഘർഷത്തിനും ഈ ഗ്രൂപ്പ് വഴക്കിന്റെ എന്തെങ്കിലും ചേരുവകൾ ഉണ്ടോ? വിവരങ്ങൾ. ഈ സംഭവത്തിൽ KSU സംസ്ഥാന നേതൃത്വത്തിന് അടിമുടി വീഴ്ച എന്നുള്ളതാണ് അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട്. അത് ഒരു വിഷയത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ മാത്രമല്ല, ഈ ക്യാമ്പ് നടത്തിപ്പിലാകെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ ചുമതലക്കാരുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. ജില്ലാ ഭാരവാഹികളായ രണ്ട് കൂട്ടർ തമ്മിലുണ്ടായ ഒരു സംഘർഷമായിരുന്നു അതിന്റെ തുടക്കം. പക്ഷേ ആ സംഘർഷം നിയന്ത്രിക്കാൻ പോലും സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. സംസ്ഥാന കമ്മിറ്റി ആ സംഘർഷം നിയന്ത്രിക്കുന്നതിന് പകരം അത് വഷളാക്കാനാണ് ഇടപെട്ടത്. മാത്രമല്ല, ഈ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ പോലും കൃത്യമായി KPCC നേതൃത്വത്തെയോ KPCC പ്രസിഡന്റിനെയോ സാങ്കേതിക തകരാറുകൾ നേരിടുന്നു. എന്നിരുന്നാലും തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSU ക്യാമ്പിലെ സംഘർഷത്തിൽ KSU സംസ്ഥാന നേതൃത്വത്തിന് വൻ വീഴ്ചയെന്ന് KPCCയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ക്യാമ്പ് സംഘടിപ്പിച്ചത് KPCCയുടെയോ അധ്യക്ഷന്റെയോ പോലെ അനുമതിയില്ലാതെയാണെന്ന് ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരുന്നു. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.